ജനങ്ങൾക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ സമാധാനമായിട്ട് പോകാന്നുള്ളതാണ്. കാരണം ഞങ്ങളുടെ പാർട്ടി കൊണ്ട് ഇനിയൊന്നും കൊള്ളൂല. എനിക്കൊക്കെ വളരെ ഹെൽപ്ഫുൾ ആണ് പ്രിയദർശിനി ബസ്. ഡെയിലി മരണ വാർത്തകളാണ് നമ്മൾ കേട്ടിരിക്കണം. അങ്ങനെയുള്ള ആവശ്യമൊന്നുമില്ല. എന്ത് ചെയ്യണം എന്ന് പോലും ഞങ്ങൾക്ക് അറിയാൻ പാടാത്തൊരു സാഹചര്യമാണ്. ഇവരും ഒരുപോലെ തന്നെയാണ്. സർക്കാരിന്റെ വഴിക്ക് നമ്മൾ നമ്മുടെ വഴി. യാതൊരു പ്രതീക്ഷയില്ല. പുതിയ സർക്കാർ ഭരണത്തിലേക്കുമ്പോൾ ജനങ്ങളുടെ പ്രതീക്ഷകളും ഉയരും. എന്താണ് അവരുടെ പ്രതീക്ഷകളെന്നും എന്താണ് അവരുടെ ആവശ്യമെന്നും അവരോട് തന്നെ ചോദിച്ചു നോക്കാം. ഇപ്പോഴത്തെ സർക്കാരിനെ കുറിച്ച് നല്ലൊരു പ്രതീക്ഷയാണ് ഉള്ളത്. ഇത് തുടങ്ങിയല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒരു വർഷം കൊണ്ടേ നമുക്ക് എന്തെങ്കിലും ഒന്ന് വിലയിരുത്താൻ പറ്റുള്ളൂ. എന്താണേലും കഴിഞ്ഞ സർക്കാരിനേക്കാളും നല്ല സർക്കാരാണെന്നുള്ളത് ഒരു പ്രതീക്ഷയുണ്ട്. മന്ത്രിമാരും MLA മാരും ഒക്കെ നല്ല ആൾക്കാർ തന്നെയാണ്. പിന്നെ ഒരു ജനകീയ സർക്കാരാണ് ഇപ്പം. അങ്ങനെ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട് ഇപ്രാവശ്യം. ഈ സർക്കാർ ഭരണത്തിൽ വന്നാലും ഈ വണ്ടിയുടെ ഓട്ടോറിക്ഷയുടെ പൈസ കൂട്ടുമെന്ന് വിചാരിച്ചിട്ടോ കൂട്ടണമില്ല. അതേപോലെ തന്നെ കഴിഞ്ഞ സർക്കാർ LDF സർക്കാർ 10 വർഷം ഭരിച്ച്, എന്നിട്ടും ഇവിടെ തൊഴിലാളികൾക്ക് ഒരു ആനുകൂല്യങ്ങളോ കാര്യങ്ങളോ ഇല്ല. ഇപ്പോൾ ബസ്സാണെങ്കിൽ ഫ്രീ സർവീസാക്കി എല്ലാം. ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഇപ്പോൾ പണിക്ക് വരാതിരിക്കാനുള്ള മാർഗ്ഗം ഞങ്ങളിപ്പോൾ നോക്കുന്നത്. എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. സർക്കാർ ഞങ്ങളെപ്പോലുള്ള തൊഴിലാളികൾക്ക് ക്ഷേമനിധി അടക്കണുണ്ട്, ടാക്സ് അടക്കണുണ്ട്, എല്ലാം ഉണ്ട്. ഞങ്ങൾക്കൊരു ആനുകൂല്യങ്ങളും ഇല്ല. ഇതിന് എന്ത് ചെയ്യണം എന്ന് പോലും ഞങ്ങൾക്ക് അറിയാൻ പാടാത്തൊരു സാഹചര്യമാണ്. ഞാൻ എന്ത് പറയാനാ, കുഴപ്പമില്ല. ഞാനൊരു മാർക്സിസ്റ്റുകാരനാണ്. പക്ഷെ എന്നാലും സർക്കാർ നല്ല കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. കാരണം ഇതുവരെ ഇങ്ങനെ അങ്ങ് പോയാൽ 5 വർഷം ജനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രയോജനം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അത്രയേ ഉള്ളൂ ഒരു വിശ്വാസം. കാരണം ഞങ്ങളുടെ പാർട്ടി കൊണ്ട് ഇനിയൊന്നും കൊള്ളൂല. നശിച്ചു പോയത് തന്നെ വേണ്ട കാര്യങ്ങൾ. പിന്നെ അല്ല, ഞാൻ എന്ത് പറയാനാ. പഴയ സർക്കാരിനെ പോലെ മോശമായി പെരുമാറാതെ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കത്ത് ഉയരാൻ കഴിയണം. പഴയ സർക്കാരിനുള്ള പ്രോബ്ലം അതാണ്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയണം. ഇല്ലെങ്കിൽ ഇവരും പഴയതുപോലെ തന്നെയാവും ജനങ്ങളുടെ മനസ്സിൽ. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്, ജനങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അല്ലാതെ പഴയത് മോശവും ഇവർ നല്ലതുമാണെന്ന് തിരിച്ചറിയണമെങ്കിൽ ഇവരുടെ പ്രവൃത്തിയിൽ നല്ലത് ജനങ്ങൾക്ക് ഫീൽ ചെയ്താൽ മാത്രമാണ് അവരെയും വെച്ച് മെച്ചമാണെന്ന് തിരിച്ചറിയുള്ളൂ. ഇല്ലെങ്കിൽ ഇവരും ഒരുപോലെ തന്നെയാണ് എന്ന് വിചാരിക്കും എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഇപ്പം ഞാൻ സത്യത്തിൽ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ഒന്നും കിട്ടിയാലാത്തതുകൊണ്ട് അവരവരുടെ ജീവിതം നടക്കുന്നു. സർക്കാരിൻ്റെ വഴിക്ക് നമ്മൾ നമ്മുടെ വഴിക്ക്. പ്രതീക്ഷ എന്ന് വെച്ചാൽ ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളല്ലോ. അപ്പോൾ ചില കാര്യങ്ങളിലൊക്കെ പ്രതീക്ഷയുണ്ട്. VD സതീശൻ അവരുടെ പ്രതീക്ഷ എന്ന് വെച്ചാൽ ഇപ്പോൾ കുറേ പല കാര്യങ്ങളുണ്ട്. തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞ കാര്യങ്ങളിലൊക്കെ പ്രതീക്ഷയുണ്ട്. ഇപ്പോൾ ഒരു പദ്ധതി നടപ്പാക്കി പ്രിയദർശിനി KSRTC ബസ്സിലാണ്. അപ്പോൾ ഇനി ഒരുപാട് പദ്ധതികൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ലൈഫ് 25 ലക്ഷത്തിൻ്റെ ഇൻഷുറൻസിൻ്റെ, അങ്ങനെ അതിലൊക്കെ പ്രതീക്ഷയുണ്ട്. നല്ല പ്രതീക്ഷയാണ്. നല്ല സർക്കാരാണ്. VD സതീശനെ പറ്റിയിട്ടും നല്ല പ്രതീക്ഷയാണ്. പുതിയ സർക്കാരൊക്കെ വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ എന്നെ സംബന്ധിച്ച് പറയുന്നത് വണ്ടികൾ ഒരുപാട് വണ്ടികൾ ഓടാണ്ട്. ഈ നമ്മളെപ്പോലത്തെ ടാക്സി മറ്റുള്ള വണ്ടികളൊക്കെ ഓടുന്നുണ്ട്. ഇപ്പോൾ ഭയങ്കര അപകടം. ഇപ്പോൾ ഡെയിലി മരണ വാർത്തകളാണ് നമ്മൾ കേട്ടിരിക്കണം. 2 വീലർ 3 പേര് 4 പേരൊക്കെ കയറി ഹെൽമെറ്റ് വെക്കാതെ പോവുകയും. ഇപ്പോൾ ഞങ്ങൾക്ക് നമ്മൾ ഈ വണ്ടി ഓടിക്കുമ്പോൾ നമുക്കറിയാം ലെഫ്റ്റ് സൈഡിൽ കൂടി വന്നിട്ട് ഓവർടേക്ക് ചെയ്ത് കയറിയിട്ട് പല പ്രശ്നങ്ങൾ. അപ്പോൾ 3 പേര് 4 പേരായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ പോലീസിൻ്റെ ഭാഗത്ത് ശരിക്കും ഒരു ഇതുണ്ടാകണം. എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ പോലീസ് ശരിക്കും എല്ലായിടത്തും നല്ല രീതിയിൽ പിള്ളേരെ പിടിക്കണം. കാരണം പിള്ളേരാണ് ഇപ്പോൾ യൂത്തായിട്ടുള്ള ആൾക്കാരാണ് ഇത് ഏറ്റവും കൂടുതൽ അങ്ങനെ പോണത്. ശരിക്കും നമ്മുടെ വണ്ടിയിലൊക്കെ ഫ്രണ്ടിൽ വന്ന് ഒരുപാട് പേര് വീഴുന്നുണ്ട്. അപ്പോൾ വണ്ടി സംബന്ധമായ കാര്യങ്ങൾ അതാണ് എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത്. വണ്ടിക്കാരനാണല്ല, അതാണ് മെയിനായിട്ടും എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇപ്പോൾ ക്യാമറയും 2 ഹെൽമെറ്റ് വെക്കണമെന്ന് നിയമമൊക്കെ വന്നല്ലോ, അതിനെപ്പറ്റി എന്താ ചേട്ടൻ്റെ അഭിപ്രായം? അതായത് ഞാൻ പറഞ്ഞത് ഈ ക്യാമറയൊക്കെ വന്നിട്ടുണ്ട്. ഈ 2 ഹെൽമെറ്റ് വെക്കണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ടൗൺ ഏരിയയിൽ തന്നെ, ഇപ്പോൾ എറണാകുളത്ത് നമ്മൾ വണ്ടി ഓടണം, ഈ ടൗൺ ഏരിയയിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ ഒട്ടും യൂസ് ചെയ്യാനുള്ള ആൾക്കാർ. ഇപ്പോൾ ഉള്ളേരികളിലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ പോലീസ് റെയ്ഡൊക്കെ നടത്തുന്നുണ്ട്, പിടിച്ചെടുത്തും അന്വേഷണമൊക്കെ കിട്ടും. ഈ ടൗൺ ഏരിയയിൽ തന്നെ നമുക്ക് ചെന്നാൽ കാണാൻ പറ്റും 3-4 പേരൊരു വണ്ടി കയറി യാത്രയാണ്. അപ്പോൾ അത് ശരിക്കും അപകടം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ രാത്രി ഈ ഹൈവേ കൂടിയുള്ള ഫാസ്റ്റായിട്ടുള്ള ഡ്രൈവിങ്, കാറുകൾ, മത്സര ഓട്ടം,
അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞവർ ഇപ്പോൾ വലിയ വണ്ടിയിൽ തന്നെ സ്പീഡ് ഗവർണർ ഫിറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ്. സ്പീഡ് ഗവർണർ ഫിറ്റ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ചാൽ ലോറികളൊക്കെ പോണ പോക്ക് കണ്ടിട്ടുണ്ടോ? ടാങ്കർ ലോറികൾ മറ്റുള്ള ലോറികളൊക്കെ ഭയങ്കര സ്പീഡിൽ പോകണം. സ്പീഡ് ഗവർണർ ടെസ്റ്റിനായിട്ട് ഇവർ വർക്ക് ചെയ്യിപ്പിക്കും. അത് കഴിച്ച് സാധാരണ ഇല്ല. അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ പോലീസ് അന്വേഷണത്തിൽ ഇതിൽ കൊണ്ടുവന്ന് ശരിക്കും ഒരു ചെക്കിങ് നടത്തണം. ഇപ്പോൾ സ്കൂളുകളിൽ തന്നെ അപകടം ഉണ്ടായിക്കുമ്പോൾ പിള്ളേരെ എന്തെങ്കിലും അപകടം ഉണ്ടായിക്കുമ്പോൾ അതിൻ്റെ പുറകെ കുറച്ച് ആൾക്കാർ കുറച്ച് കാലത്തേക്ക് ഇങ്ങനെ പോകും. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞ ഒരു പരിധി കൊണ്ടത് അന്വേഷണം. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. അങ്ങനെയല്ല ഓരോന്നും കാണുന്നത്. പരസ്പരം ഇങ്ങനെ എന്തോ കുറ്റപ്പെടുത്തുന്ന ഒരിത് മാത്രം നമുക്ക് കാണാനല്ലോ. അത്രേ ഉള്ളൂ. അഭിപ്രായം മോശമില്ല. ഇപ്പോൾ ഈ ഇതിൻ്റെ MDMൻ്റെ ഒക്കെ വേട്ടയുണ്ടല്ലോ, അതൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. പോലീസ് വകുപ്പ് നന്നായിട്ട് പോകുന്നുണ്ട്. പിന്നെ വേറെ പ്രത്യേകിച്ചെന്ന് പറയാൻ എല്ലാവരും തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. നമ്മുടെ ഈ ലോട്ടറിയിൽ ഇപ്പോഴും ഒരു മാറ്റം വന്നിട്ടില്ല. ആ പഴയ സിസ്റ്റം തന്നെ. ആദ്യം 5025 പ്രൈസ് ഉണ്ടായതാണ്. അതിപ്പോൾ നേരത്തെ ഉണ്ടായ സർക്കാർ 18 ആക്കി. അത് തന്നെയാണ് ഇപ്പോഴും കിടക്കുന്നത്. ഈ ലോട്ടറി ഏജൻസി അതുപോലെ ഈ വിൽപ്പനക്കാർ എടുക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും നഷ്ടമാണത്. വെറുതെ 50 രൂപ വെച്ച് പോയിക്കൊണ്ടിരിക്കുന്നതല്ലാണ്ട് ഒരു ഗുണമില്ല. ഈ പുതിയ സർക്കാരായാലും പഴയ സർക്കാരായാലും. ഈ പുതിയ സർക്കാർ വന്നു നിന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇപ്പോൾ മറ്റേ ആഹ്ലാദ പ്രകടനം നടത്തി പടക്കം പൊട്ടിച്ച ഇപ്പോൾ ബസ് ജീവനക്കാരൻ, അവരുടെ അവസ്ഥ വളരെ ദയനീയമാണ്. 1000 രൂപ 1200 രൂപയൊക്കെ ശമ്പളം കിട്ടിയെന്ന് വെച്ചാൽ ആൾക്കാർക്ക് 300-200 രൂപയാണ്. അപ്പോൾ ഒരു മേഖല പുഷ്ടിപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവർ സൗജന്യം കൊടുക്കുമ്പോൾ ഇപ്പോൾ 7000-8000-ഓളം ബസ് ജീവനക്കാർക്കാണ് അവർ നമ്മൾ ഇല്ലാണ്ടായി പോണത്. അതായത് ഇപ്പോൾ ആൾക്കാർ പറയും എന്ത് പറഞ്ഞാലും സമരമാണെന്ന്. നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനത്തിനകത്ത് കുറവ് വരുമ്പോഴാണ് ആളുകൾ സമരത്തിന് ഇറങ്ങുന്നത്. ഇപ്പോൾ ഇവിടെ സൗജന്യം കൊടുക്കുമ്പോൾ തന്നെ ഈ പറയുന്ന ബസ് ജീവനക്കാരെയും അവരുടെ കുടുംബങ്ങളെയും ഇപ്പോൾ ശരാശരി ഇപ്പോൾ ഒരു 4 പേരുള്ളൊരു കുടുംബത്തിനകത്ത് അവർക്ക് ജീവിക്കാൻ പറ്റണ്ടേ? അവരുടെ മകൾ ചിലപ്പോൾ പഠിക്കണമായിരിക്കും, അവരുടെ മകൻ പഠിക്കണമായിരിക്കും, വിദ്യാഭ്യാസ ലോൺ ഉണ്ടാവും. അങ്ങനെ പല വിധത്തിലുള്ള അവസ്ഥയുണ്ട്. ആ അവസ്ഥയുടെ കടന്നു പോണ മനുഷ്യരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലും കൂടി സർക്കാർ ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു വിവാഹത്തിന് മാത്രം നമ്മൾ സംരക്ഷിക്കപ്പെടുമ്പോൾ ഇപ്പുറത്ത് ഇല്ലാണ്ടായി പോണ കുടുംബങ്ങളുണ്ട്, അവരെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അതുകൂടാതെ ഇപ്പോൾ കഴിഞ്ഞ 10 വർഷത്തോളം എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ LDF ഗവൺമെൻറ് മുൻഗണന കൊടുത്തെന്ന് വെച്ചത് ആളുകളുടെ ആത്മാഭിമാനമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളായിരുന്നു. കാരണം അവരുടെ വീട്, അവർക്കുള്ള വിദ്യാഭ്യാസം, ഇപ്പോൾ അങ്ങനെയുള്ള പല രീതിയിലായിരുന്നു ഗവൺമെൻറ് കൊടുക്കുന്നത്. ഇവിടെ ഇപ്പോൾ സ്വകാര്യ മേഖലക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണേണ്. സ്വകാര്യ മേഖലക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുമ്പോൾ തന്നെ പൊതുമേഖലക്കും ബാലൻസ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ നഷ്ടം നമ്മുടെ ഈ നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങൾ പോലെ അല്ല കേരളം വ്യത്യസ്തമാണ്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഭരിക്കാനായിട്ട്. ഞാൻ ഇപ്പോൾ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സോ എനിക്കൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ് പ്രിയദർശിനി ബസ്. ബിക്കോസ് ഞങ്ങൾക്ക് കിട്ടുന്ന സാലറി വളരെ കുറച്ചാണ്. സോ അതൊരു നല്ലൊരു അഭിപ്രായമാണ്. സർക്കാരിന് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. ഞാൻ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ലല്ലോ, അവർ ചെയ്യട്ടെ. നല്ല അഭിപ്രായം തന്നെ. ആവശ്യമൊന്നുമില്ല ജനങ്ങളുടെ സമൂഹത്തിൽ, അങ്ങനെയുള്ള ആവശ്യമൊന്നും ഇല്ല. പൊതുവെയൊന്നും ആവശ്യമുള്ളതായിട്ട് ചേട്ടന് തോന്നിയിട്ടില്ലേ? ഇല്ല, അങ്ങനെയുള്ള ആവശ്യങ്ങളൊന്നും ഇല്ല വന്നിട്ട്. പ്രിയദർശിനിയെ പറ്റി നല്ലത് പറയുന്നവരുണ്ട്, ചീത്ത അത് നല്ല അഭിപ്രായം. ഓരോ ജനങ്ങൾക്കും ഓരോ ആവശ്യങ്ങളും ഓരോ പ്രതീക്ഷകളുമാണ്. പുതിയ സർക്കാരിന് അതെല്ലാം നടത്തിക്കൊടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ക്യാമറ പേഴ്സൺ പ്രിയങ്കയ്ക്കൊപ്പം റുക്സാന.